ദൈവകരുണയുടെ സ്നേഹമാണ് ഓരോ ദൈവവിളിയും. ഈ സ്നേഹത്തിൻ്റെ അകക്കാമ്പ് തേടിയുള്ള ഗ്രീൻ റൂമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടത് മാവേലിക്കര രൂപതയിലെ ഒരു കുടുംബത്തെയാണ്. ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാവേലിക്കര രൂപതയിലെ തന്നെ രണ്ട് വൈദികരെയാണ്. നമുക്ക് അവരുടെ ദൈവാനുഭവങ്ങൾ കേൾക്കാം. ഡാനിയൽ അച്ഛനോടൊപ്പം ഈ സമയം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളെ പറ്റി ഞങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ കേൾക്കണം. അപ്പോൾ അത് തന്നെ അച്ഛൻ്റെ വീട്ടുകാരെ പറ്റി ഒന്ന് പറഞ്ഞ്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ അടൂർ പാറക്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. പാറക്കൂട്ടം ഇടവയിൽ തെക്കേടത്തെന്നാണ് എൻ്റെ വീട്ടുപേര്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. 2 സഹോദരിമാർ നേരത്തെ മരിച്ചു. ബാക്കി 6 പേര് ഇപ്പോൾ ഞങ്ങളുണ്ട്. അവരെല്ലാം കുടുംബജീവിതം നയിച്ച് കൊച്ചുമക്കളുമായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. എൻ്റെ ദൈവവിളിയുടെ കാരണം എന്ന് പറയുക, എൻ്റെ കുടുംബത്തിൽ അനേകം വൈദികരുണ്ട്. എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മക്കൾ, അനുജൻ്റെ മക്കളൊക്കെ എന്നെക്കാട്ടി പൗരോഹിത്യത്തിൽ സീനിയറായിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ എൻ്റെ ഇടവകയും പുനരൈക്യത്തിൻ്റെ ആരംഭ നാൾ തന്നെ കത്തോലിക്ക സഭയിൽ ചേർന്ന് വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഇടവയിലും 2 സീനിയറായിട്ടുള്ള വൈദികരുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് മുതലാളി അമ്പനാട്, ഡോക്ടർ ഡാനിയൽ മംഗലത്ത്. ഇവർ മരണമടഞ്ഞു. അവരൊക്കെ എൻ്റെ ദൈവവിളിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേരക ശക്തിയായിട്ട് നിന്നു. ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടത് സെമിനാരിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും അത് പരസ്യമായിട്ട് പറയുവാൻ ഞാൻ തയ്യാറായില്ല. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം വരെയും ഞങ്ങളുടെ ഇടവയിൽ വരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ എപ്പോഴും പറയും, മോൻ സെമിനാരിൽ പോകണം, നല്ലൊരു വൈദികനായിത്തീരണം, സഭയെ ശുശ്രൂഷിക്കണം. അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തിരിച്ചവർക്ക് ഞാനൊരു മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ഒരു ഭാഗമായ അടൂരിൽ വെച്ച് ദൈവവിളി ക്യാമ്പ് നടത്തുന്നെന്ന് പള്ളിയിലെ വികാരിയച്ഛൻ പറയുകയുണ്ടായി. അതിന് പ്രകാരം ഏപ്രിൽ മാസം ഞാൻ ഈ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുകയും സെൻറ്റ് അലോഷ്യസ് സെമിനാരിയിലെ ബഹുമാനപ്പെട്ട അന്നത്തെ റെക്ടറായിരുന്ന തോമസ് പൂവണ്ണാലച്ചൻ വന്ന് കാണുകയും സെമിനാരിയിൽ വെച്ച് മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന അവധിക്കാല ക്യാമ്പിൽ വന്ന് പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാനും അടൂർ പ്രദേശങ്ങളിൽ നിന്ന് 4-5 കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞവർ സെമിനാരിയിൽ പോവുകയും സെമിനാരി ക്യാമ്പിന് പങ്കെടുത്തതിന് ശേഷം ജൂൺ മാസം ആകുമ്പോൾ ഒരു ലെറ്റർ വരുന്നു, എന്നെ ഡാനിയലിനെ സെമിനാരിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. ആ ലെറ്ററിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: ജൂൺ മാസം 19-ാം തീയതി സെമിനാരിയിലേക്ക് വരണം. 21-ാം തീയതി സെമിനാരിയുടെ വിശുദ്ധൻ എന്ന് പറയുന്ന സെൻറ്റ് അലോഷ്യസ് ആണ്. അപ്പോൾ അന്ന് സെമിനാരിയുടെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടി ആരംഭിക്കും എന്ന് പറഞ്ഞുള്ള ഒരു ലെറ്റർ വരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവവിളിയുടെ പ്രേരക ശക്തി എന്ന് പറയും എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ പോലും എൻ്റെ കുടുംബത്തിലെ മറ്റ് വൈദികർ നിരന്തരമായിട്ട് അത് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. അപ്പോൾ വീട്ടിലുള്ളവരോട് നേരത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. ദൈവവിളി ക്യാമ്പിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും അപ്പൻ്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഈ കാര്യങ്ങൾ അറിയുക. വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ തീരുമാനത്തെ അവർ അംഗീകരിച്ചുകൊണ്ട് സെമിനാരിയിൽ പോകാൻ വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ അപ്പൻ്റെ സഹോദരന്മാരും ഒക്കെ ചെയ്തു തരികയുണ്ടായി. ഈ ദൈവവിളി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് താല്പര്യമില്ലെങ്കിലും ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റ് ഘടകങ്ങളൊക്കെയും ഈ ദൈവവിളിയിലേക്ക് വഴി നടത്തുവാൻ ഒരു പ്രേരണ, ഒരു വഴിയായിട്ട് പലപ്പോഴും നിൽക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇടവ സമൂഹമാണ് ദൈവവിളി പരിപോഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാം. അവിടുത്തെ വികാരിയച്ഛന്മാർ, അതുപോലെ തന്നെ ആ ഇടവയെ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരായിട്ടുള്ള സിസ്റ്റർമാർ, അതുപോലെ തന്നെ പ്രബുദ്ധരായ അൽമായ നേതാക്കന്മാരും നല്ല കുടുംബജീവൻ നയിക്കുന്നവരൊക്കെയും തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള അനേകം വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. എന്നെ മാത്രമല്ല, പള്ളിയിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവവിളിയുടെ മാഹാത്മ്യത്തെ പറ്റി ചിന്തിക്കുവാൻ ഒരു പ്രേരണ ശക്തിയായിട്ട് ഇവർ പലപ്പോഴും നിൽക്കുന്നുണ്ട്.
തീർച്ചയായും അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഏതൊരു ദൈവവിളിയുടെ പിന്നിലും ആ ഇടവക സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ആ ഒരു സംരക്ഷണമുണ്ട്, അനുഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനിപ്പോൾ എത്ര വർഷമായി പട്ടം സ്വീകരിച്ചിട്ട്? ഞാനിപ്പോൾ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 2023 ഡിസംബർ 26 ആകുമ്പോൾ 20 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 20 വർഷക്കാലം ഞാൻ 19 പള്ളികളിൽ സേവനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ ഇടവക എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്കടുത്ത് ആങ്ങുമഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊച്ചച്ഛനായി പോയി. വലിയച്ഛനോട് ചേർന്ന് എൻ്റെ 5 പള്ളി ഉണ്ടായിരുന്നു. എന്നും ഓർക്കുന്ന ആദ്യ വർഷം എന്ന് പറയുക. പ്രത്യേകിച്ചൊരു കാടിൻ്റെ അറ്റത്താണ് ഞങ്ങൾ താമസിക്കുക. എൻ്റെ പള്ളികളെല്ലാം തന്നെ 4 പള്ളികളിലും കാട്ടിനുള്ളിലാണ്. ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ആരംഭകാലത്ത് ഈ പള്ളികളിൽ പോയത്. അതുമാത്രമല്ല, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ധന്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി അന്നെൻ്റെ വല്യച്ഛനായിരുന്ന കുരിശുമല ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് നടമലയച്ചൻ എന്നുള്ള ഒരു സന്യാസി അച്ഛൻ്റെ കൂടായിരുന്നു എൻ്റെ ജീവിതം. വളരെ ലളിതമായ രീതിയിൽ ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും അതൊരു ജീവിത ശൈലിയാക്കി ജീവിച്ച ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചപ്പോൾ എൻ്റെ ഈ 19 വർഷത്തെ ജീവിത അനുഭവങ്ങളൊക്കെ വളരെ സന്തോഷകരമായി തീർക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛാ, തീർച്ചയായിട്ടും ഇടവക സേവനം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് വേണ്ട, അതായത് നമ്മളോട് അത്രയും ഡെഡിക്കേഷൻ ആവശ്യപ്പെടുന്ന ഒരു കർത്തൃ ശുശ്രൂഷയാണ്. അപ്പോൾ ഇതിന് പുറമെ ഞാനിവിടെ വന്നപ്പോൾ ഏതാനും വൈദികർ എന്നോടൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി അച്ഛൻ്റെ മറ്റ് മേഖലയിലുള്ള, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഏതാനും അച്ഛൻ്റേതായ കോൺട്രിബ്യൂഷൻസൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് അച്ഛാ രണ്ടും അച്ഛൻ എങ്ങനെയാണ് ടോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇടവ ശുശ്രൂഷയും ഒരു ഭാഗം തന്നെയാണ് ആതുര ശുശ്രൂഷ എന്ന് പറയുക. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ രോഗികളെയും ആരോഗ്യമില്ലാത്തവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ദൈവവിളി സ്വീകരിച്ച ഓരോ വ്യക്തികളുടെ ഒരു കടമയാണ്. തീർച്ചയായിട്ടും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഇടവയെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ ഞാനും മറ്റൊരു വൈദികനും 2 കന്യാസ്ത്രീകളും ചേർന്ന് ചാത്തനിൻ്റെ അടുത്തൊരു കരുണാലയം എന്നുള്ള ഒരു അനാഥാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 170ഓളം ആളുകൾ അവിടെ ഉണ്ട്. രോഗികളായ നിർധരായ സ്ത്രീകളാണ് അവിടെ ഉള്ളത്. മാനസിക വൈകല്യമുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, ഇവരുടെ ശുശ്രൂഷയിൽ ഒരു ഭാഗമായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു. എൻ്റെ ഇടവേള ശുശ്രൂഷയോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ ഇടവേള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഒരു സഹായമായി തീരുന്ന ഒരു വഴിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അപ്പോൾ ദേവാലയത്തിൽ ഞാൻ വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു, വചനപ്രഘോഷണം നടത്തുന്നു. അപ്പോൾ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ വചനപ്രഘോഷണം നടത്തുന്നതോടൊപ്പം തന്നെ ഇത് ജീവിക്കുന്ന ഒരു സാക്ഷ്യമായിട്ട് എൻ്റെ ആതുര ശുശ്രൂഷ എന്നെ സഹായിക്കുന്നു. എൻ്റെ ഇടവേളയും എൻ്റെ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ഇതെപ്പോഴും കൂടുതൽ ചെയ്യുവാനുള്ള ഒരു ഉൾക്കരുത്തും ഒരു പ്രേരണയും ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഓർഫനേജിൽ എത്ര പേരുണ്ട്? ഞങ്ങളുടെ ആ ഭവനത്തിൽ ഏകദേശം 170ഓളം അമ്മമാരുണ്ട്. ഒരു 30 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളാണ് അതിലുള്ളത്. അച്ഛാ, ഇന്നത്തെ കാലത്ത് ഈ ആതുര ശുശ്രൂഷ മേഖല, അതായത് ഈ കാരുണ്യ പ്രവർത്തിയുടെ മേഖല, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇടവക ശുശ്രൂഷ, ഇത് ഒരുപാട് ചലഞ്ചസ് നിറഞ്ഞ ഒരു മേഖലയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ അച്ഛൻ എങ്ങനെയാണ് ഈ ക്രൈസിസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ മൂല്യം ലോകത്തിന് കൊടുക്കണമെങ്കിൽ കുറച്ച് വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തെങ്കിലേ പറ്റുള്ളൂ. ഈ വെല്ലുവിളിയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് അനുദിനം വിശുദ്ധ ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, അതിൻ്റെ കൃപാവരത്താൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് നിർവഹിക്കാൻ കഴിയും. ഞാനിപ്പോഴെൻ്റെ കറ്റാണം എന്ന ഒരു ഇടവേൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ രൂപതയിലെ എയ്ഡഡ് സ്കൂളിൻ്റെ കറസ്പോണ്ടൻ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഈ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹദായകമായി തീരുന്നത് നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയും ഒരു ദൗത്യമുണ്ടെന്നുള്ള ഒരു ചിന്തയാണ് എന്നെ പലപ്പോഴും ഈ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. കേട്ടിടത്തോളം ഒരു 2 റെസ്പോൺസിബിലിറ്റീസ് മാത്രമല്ല, അതിലേറെ ഒരുപാട് ഉണ്ട് അച്ഛന്.
അച്ഛൻ ഈ ഒരു എക്സ്ട്രാ മൈൽ ചെയ്യുമ്പോൾ, കൂടുതൽ ചെയ്യുമ്പോൾ എന്താ പറയുക, അച്ഛൻ്റെ ആ കംഫർട്ട് സോണിന് പുറത്തോട്ട് നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അച്ഛൻ എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് എന്താണ് അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും അനേകം വേദനിക്കുന്ന മനുഷ്യരുണ്ട്. ഈ വേദനിക്കുന്ന മനുഷ്യർക്കൊക്കെയും ആശ്വാസം നൽകുവാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷരായ സന്യാസ ജീവിതവും അതുപോലെ സമർപ്പിത ജീവിതവും പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നവരൊക്കെയും ഈ വിളിയുടെ ഭാഗമായി കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവാനും സംതൃപ്തികരമായ ഒരു പൗരോഹിത്യ ജീവിതം നയിക്കുവാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഈ 19 വർഷത്തെ ജീവിതം ഒരു സാക്ഷ്യം തന്നെ. അച്ഛൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ചലഞ്ചസ് പ്രീസ്റ്റ്ഹുഡിൽ വരും. ആ ചലഞ്ചസ് ഈശോയോട് ചേർന്ന് ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഈശോയോടൊപ്പം കുരിശ് ചുമക്കുന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് അച്ഛൻ്റെ ഫേസിൽ നിന്ന് നമുക്ക് ഭയങ്കര ക്ലിയർ ആണ്. അച്ഛനോടൊപ്പം ഇത്ര നേരം സംവദിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. താങ്ക് യു അച്ഛൻ. ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ട ജോബിനച്ഛനാണ്. അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അച്ഛൻ നമ്മളോട് പറയാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് വീട്ടുകാരെല്ലാവരെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ നമുക്ക് കേൾക്കാം. വിശേഷിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻ കാമച്ചമ്പറമ്പിൽ എന്നാണ്. എൻ്റെ വീട് ഹരിപ്പാട് അടുത്ത് ചെറുതന എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ സ്വദേശം. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ഒരനിയൻ, വൈഫ്, കുഞ്ഞ്, ഇത്രയും പേര് ഇറങ്ങിയ ഒരു ചെറിയ കുടുംബമാണ്. അച്ഛപ്പോൾ ദ മോസ്റ്റ് ഓബ്വിയസ് ക്വസ്റ്റ്യൻ, അച്ഛൻ്റെ ദൈവവിളി ആ ഒരു അനുഭവം, ഒരു വന്ന വഴികളൊക്കെ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ദൈവവിളി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് യോനാ പ്രവാചകനെയാണ്. കാരണം കപ്പൽ മാറി കയറിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ വഴികളിലേക്ക് ദൈവം പറഞ്ഞു തരുന്ന, ദൈവം കാട്ടിത്തരുന്ന വഴികളിൽ സഞ്ചരിച്ച പ്രവാചകൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അത് ഞാൻ പറയാനായിട്ട് കാരണം എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. ഒന്നാമതായിട്ട് ദൈവവിളി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നാമ്പ് എൻ്റെ ഉള്ളിൽ ഇതിന് പകർന്നു തന്നത്, ദൈവവിളി എന്നൊരാശയം പകർന്നു തന്നത് എൻ്റെ പപ്പയുടെ കൂടെയുള്ള ബാഹ്യ കേരളത്തിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത കുറച്ച് നാളുകളാണ്. എൻ്റെ പപ്പ മിലിറ്ററി സർവീസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളും പപ്പയോടൊപ്പം ഫാമിലിയായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അത് ആ ഒരു യാത്രക്കിടയിൽ എൻ്റെ പപ്പയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഞായറാഴ്ച എന്നെയും അനിയനെയും മമ്മിയെയും എല്ലാം കൂടി ഒരു ചേതക്ക് വണ്ടിയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൽ ആക്കി ഞങ്ങളെ എല്ലാവരെയും കൂടി ഞായറാഴ്ച ദേവാലയത്തിൽ സൺഡേ സ്കൂളിന് മുമ്പ് എത്തിച്ച് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് ഒരു ആഭിമുഖ്യം കൊണ്ടുവരുന്ന രീതിയിൽ പപ്പ ഞങ്ങളെ വളർത്താനായിട്ട് ശ്രമിച്ചു. ആ ഒരു വഴികളിലാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ദൈവവിളി എന്നൊരാശയം ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായത് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പോകുന്ന വഴികളിൽ ബാഹ്യ കേരളത്തിൽ മലങ്കര സഭയിൽ ശുശ്രൂഷ ചെയ്തിരുന്നത് മിശിഹാനുകരണ സന്യാസി സമൂഹത്തിലെ അച്ഛന്മാരാണ്. ബഥനി എന്ന പേരിൽ അറിയപ്പെടുന്ന വൈദികരായിരുന്നു കൂടുതലും ശുശ്രൂഷ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാണുകയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഴി പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ആദ്യം കണ്ടത് ആ ഒരു കാവിക്കുപ്പായവും അവരുടെ ആ ജീവിതശൈലിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവിളി സ്വീകരിക്കാനായിട്ട് എപ്പോൾ എൻ്റെ മനസ്സിലിത് തോന്നിയോ, ഈ ദൈവവിളി എന്നൊരാശയം തോന്നിയോ, അപ്പോൾ ഇവരോട് കൂടി ചേർന്ന് ബഥനിയിൽ ഒരച്ഛനായി തീരണം എന്നൊരാശയമായിരുന്നു എൻ്റെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ അതിൻ പ്രകാരം ഇങ്ങനെ ആശയങ്ങൾ ചെറുപ്പകാലം ഒരു 5-6 സമയമാണ്, ആ ക്ലാസ്സിൽ ഉള്ള സമയമാണ്. അപ്പോൾ ഒരു 2000 ഒരു വാർ സിറ്റുവേഷൻ, ഇന്ത്യയും പാകിസ്ഥാനും ഒരു വാർ സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ പട്ടാൾക്കാരുടെ ഫാമിലി എല്ലാം നാട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നൊരു നിർദ്ദേശം ഉണ്ടായി. അപ്പോൾ ഞങ്ങളെ സ്വാഭാവികമായിട്ട് പപ്പ ഞങ്ങളെ ട്രെയിൻ കയറ്റി വിട്ട് നാട്ടിലോട്ട്, അങ്ങനെയാണ് ഞങ്ങൾ 2000 ആണ്ടിൽ ഞങ്ങൾ നാട്ടിൽ എത്തി. പിന്നീട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെള്ളക്കുപ്പായം എന്നൊരു പൗരോഹിത്യം, ആ രീതിയിലുള്ള ഇടവക ശുശ്രൂഷയും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് എനിക്ക് അന്നാണ്. കാരണം ഞങ്ങളുടെ വികാരീശനെ അന്ന് കണ്ടതിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. പിന്നീട് ആ ഒരു ആശയം
പഠിത്തത്തിനുള്ളിൽ, കാരണം അന്ന് മലയാളം അറിയത്തില്ല, വന്നതേ ഉള്ളൂ, അത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ട് മലയാളം അറിയത്തില്ല. വീട്ടിൽ മമ്മി പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ മമ്മി പറയുന്ന, ഞങ്ങൾ അങ്ങനെ കേൾക്കുന്ന കുറച്ച് വാക്കുകൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിത്തം, അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പോയി. ദൈവവിളി അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയി. അങ്ങനെ ഒരു ഡിസംബർ കാലഘട്ടത്തിൽ ക്രിസ്മസിൻ്റെ സീസണിൽ ജോബി അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ എനിക്ക് 9ാം ക്ലാസ്സിൽ ഒരു കത്തയച്ചു. അപ്പോൾ ആ ഒരു കത്ത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം പഠിത്തത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് സ്വന്തം പേരിൽ ഒരു കത്ത് വരുമ്പോൾ ഏതൊരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കൗതുകം, ഈ അച്ഛൻ എന്തിനാണ് എനിക്ക് കത്തയക്കുന്നത്, നമ്മൾ അറിയത്തുപോലില്ല. ഞാൻ ആ അച്ഛനെ അറിയുകയില്ല. അപ്പം കത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് അച്ഛൻ എന്നെ ഒരു ടീൻ ഓറിയൻറ്റേഷൻ ക്യാമ്പിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, അത് വലിയ അവധിക്ക് സമയത്ത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് വീണ്ടും ആ ദൈവവിളി എന്നുള്ള ആശയം വീണ്ടും വന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ ഈ ടീൻ ഓറിയൻറ്റേഷൻ ക്യാമ്പിലേക്ക് പോകുന്നത് ഒരു ലക്ഷ്യം, 2 സെമിനാരിൽ ചേരണമെന്ന് പറഞ്ഞ് ബാഗും കെട്ടി വല്യപ്പച്ചനെയും കൂട്ടി ഞാൻ തിരുവനന്തപുരത്തോട്ട് പോയി. അവിടെയാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ്, 9ാം ക്ലാസ്സിലല്ല 10 ആകണം എന്ന് പറഞ്ഞ് റെക്ടറച്ചൻ തിരിച്ച് പറഞ്ഞയച്ചു. സങ്കടത്തോടെയാണെങ്കിലും തിരിച്ചു വന്നു. വീണ്ടും പഠിത്തം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അപ്പോഴാണ് ആരോ പറഞ്ഞത്, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ സെമിനാരിയിൽ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കുകയല്ല. ഞാൻ വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. അപ്പം അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടി പഠിച്ചു. 10ൽ നല്ല വിജയം കരസ്ഥമാക്കി. അങ്ങനെ സെമിനാരിയിൽ എത്തി. അങ്ങനെ ബഥനി സന്യാസ സമൂഹത്തിൽ അർത്ഥിയായിട്ട് കയറി. 1-2 വർഷങ്ങൾ അങ്ങനെ പോയി. 3ാമത്തെ വർഷം +2. ഒരു കാര്യം, ഈ ഇങ്ങനെ പോയി 9ാം ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ പോയി തിരിച്ചു വന്നിരുന്നപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ഒരു മരിയ ഭക്തയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ 3ാമത്തെ മകനാണ് ഞാൻ. എനിക്ക് മുമ്പ് 2 ചേട്ടായിമാരുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. അപ്പോൾ 3ാമത്തെ മകൻ ഞാനാണ്. അപ്പോൾ ആറ്റുനോറ്റ് വളർന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അവരെന്നെ ഒത്തിരി കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് അവർ കെയർ ചെയ്തിരുന്നു. ഒരു അനിയൻ കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ ആഗ്രഹങ്ങൾക്ക് അവർ തടസ്സം നിന്നിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പപ്പയോടാണ് എൻ്റെ പറഞ്ഞത്. അപ്പോൾ പപ്പയ്ക്ക് വളരെ സന്തോഷമായി, മമ്മിക്ക് അതിലേറെ സന്തോഷം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോട് എതിർപ്പുകളില്ല. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവും തിരിച്ചു പോക്കും ഒക്കെ അവരുടെ പ്രോത്സാഹനത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വല്യപ്പച്ചനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്, തിരിച്ചു വന്നത്. അപ്പോൾ ഫാമിലി ഫുള്ളി നമുക്കൊരു സപ്പോർട്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് സെമിനാരിയിൽ ചേർന്നു. 1, 2, 3 വർഷം കഴിഞ്ഞു. 4ാം വർഷം നോഷേറ്റ് കാലഘട്ടമാണ്. ബഥനി സന്യാസത്തിൽ നോഷേറ്റ് കാലഘട്ടമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സന്യാസം എന്താണ്, സന്യാസത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ, അങ്ങനെ ആ സമൂഹത്തെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് അപ്പോഴാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥനയിലൂടെയും ഒക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സന്യാസം എന്ന് പറയുന്നത് ആണോ എന്നൊരു കൺഫ്യൂഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഇത് തിരഞ്ഞെടുക്കണോ? കാരണം 11 മാസം കഴിഞ്ഞു, 12ാം മാസം വ്രതം എടുക്കണം. അപ്പോൾ ആ നോഷേറ്റ് കാലം കഴിഞ്ഞ് വ്രതമെടുത്താണ് പുറത്തോട്ട് വരുന്നത്. ഐശ്വര്യന്തം സന്യാസിയായിട്ട് ജീവിച്ചു കൊള്ളാം. അപ്പോൾ ഒരു ഡെലേമ, ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഉണ്ടായി. അപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന ബോസ്കോ അച്ഛൻ എന്നെ ഗൈഡ് ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഷെയറിങ്ങിലൂടെ അപ്പോൾ അച്ഛന് പറഞ്ഞപ്പോൾ അച്ഛൻ ഗൈഡ് ചെയ്തു എന്നെ. അതായത് പൗരോഹിത്യം എന്ന് പറയുന്നത് സന്യാസം മാത്രമല്ല, ഇടവക ശുശ്രൂഷയിലേക്കും ഇടവക രൂപത ശുശ്രൂഷയിലേക്കും നമുക്ക് പൗരോഹിത്യം നമുക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന രീതിയിൽ അച്ഛൻ എന്നെ ഒരു ഗൈഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ 11ാം മാസം ഞാൻ ആ സന്യാസ ഭവനം വിട്ട് ഇറങ്ങി. ഇന്ന് മാവേലിക്കര ഭദ്രാസനത്തിലെ ജോഷുവ പിതാവിനെ സമീപിച്ചു. ഒരാഴ്ച കാലഘട്ടം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇതിൽ നിന്നുള്ള ഒരു റിക്കവറി പീരീഡ് പോലെ ഞാൻ കരുതണം. ആ സമയത്ത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എൻ്റെ ബന്ധുക്കൾ, മിത്രാദികളൊക്കെ, അതായത് ഇത്രയും വർഷമായി, അതായത് സാധാരണ എൻ്റെ കൂടെ പഠിച്ച വ്യക്തികളൊക്കെ വയസ്സ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നല്ല പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾക്കുപരിയായി ബന്ധുക്കൾക്കാണ് കൂടുതൽ ടെൻഷൻ. അപ്പോൾ അവർ ഇപ്പോൾ എൻ്റെ ഒരു അമ്മാച്ചൻ വന്ന് എന്നോട് പറഞ്ഞാണ്, എടാ ഇനി കല്യാണം വല്ലതും നോക്കാം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അപ്പോഴും കൂട്ട് നിന്നത് അപ്പയും അമ്മയും അനിയനുമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ പിതാവിനെ കണ്ടു. ജോഷുവ പിതാവ് അതിന് എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞു. വീണ്ടും സെമിനാരിയിൽ ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ പിതാവ് പറഞ്ഞു,
ഇത് തന്നെ ഇൻ്റർവ്യൂ, ബ്രദർ ധൈര്യമായിട്ട് സെമിനാരി ചേര്, പഠിക്കുക, നല്ലൊരു അച്ഛനായി തീരണം എന്ന് പറഞ്ഞു. പിന്നീടുള്ള വഴികൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ പൗരോഹിത്യം ഇന്ന് ഞാൻ വളരെ സന്തോഷവാനായിട്ട് അഭിമന്യ പിതാവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മനോഹരമായി ചെയ്യാൻ ഉള്ള ഒരു സന്നദ്ധയുള്ള മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതിന് ശക്തിയായിട്ട് തീർന്നത് കൂടെ നടന്ന ഈശോയുടെ ആ ഒരു ചൂട് അനുഭവിച്ചതുകൊണ്ടാകാം. തെറ്റായി പോയപ്പോഴും തെറ്റിയപ്പോഴും തമ്പുരാൻ വഴി കൈപിടിച്ച് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്കത് തെറ്റിയെന്ന് തോന്നുന്നില്ല. ഈശോ തന്നെ വഴി നടത്തുമായിരുന്നു. അച്ഛൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നിയത് ആ സ്പിരിച്വൽ ഫാദറിൻ്റെ ഗൈഡൻസ് ആയിരുന്നു. ഏതൊരാൾക്കും ഇപ്പോൾ ഉള്ള ദൈവവിളി സ്വീകരിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അതെ, തീർച്ചയായിട്ടും ആ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഗൈഡൻസിന് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മനോഹരമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അച്ഛാ, ഇങ്ങനെ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതായത് ഞാൻ ഒരു സന്യാസ പൗരോഹിത്യത്തിന് പോകണോ, അതോ ഒരു ബ്രദർഹുഡ് ഓപ്റ്റ് ചെയ്യണോ, പ്രീസ്റ്റ്ഹുഡ് ഓപ്റ്റ് ചെയ്യണോ, പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്ന കോൺഗ്രിഗേഷൻ അത് കറക്റ്റാണോ, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? അപ്പോൾ എൻ്റെ ജീവിതമാണ് പറയാനൊട്ട് ഉള്ള ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വഴികളിൽ തമ്പുരാൻ നമ്മളെ കൈവിടത്തില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും കൂടെ നടക്കാൻ ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇന്ന് വിചാരിക്കരുത് മാലാഖ പണ്ട് ഗബ്രിയേൽ മാലാഖ വന്നതുപോലെ ഇന്ന് നമ്മുടെ സ്വപ്നത്തിൽ വന്ന് പറയും എന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള മാലാഖമാരാകുന്ന പല മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ ഗുരുക്കന്മാരാകാം, അങ്ങനെയുള്ള വ്യക്തികൾ ഒത്തിരി പേര് നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഫാദറിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ആത്മാർത്ഥ മിത്രമായിരിക്കും ചിലപ്പോൾ നമ്മളെ നടത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ മമ്മിയുടെ ഒരു വാക്ക്, അല്ലെങ്കിൽ അമ്മ പറയുന്ന ഒരു വാക്കായിരിക്കാം നമ്മളെ നേർവഴിക്ക് വീണ്ടും ഈശോയുടെ കൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഒരു ഗൈഡൻസ് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടക്കം മുതൽ, അതായത് അങ്ങ് പഞ്ചാബിൽ നിന്ന് ഈശോ അങ്ങോട്ട് കേരളത്തിലോട്ട് ആദ്യം പറിച്ചു നട്ടു. എന്നിട്ട് അവിടുന്ന് ഈശോ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു ഈശോയ്ക്ക്. അതായത് ഒരു സ്ഥലത്ത് പോയിട്ട് യോനാ പ്രവാചകനെ പോലെ ഈശോ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഈ പൗരോഹിത്യത്തിലേക്ക്, അതായത് ഇടവക വൈദിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വളരെയധികം എന്താ പറയുക, ഒരു തരം കോരിത്തെരിപ്പോട് കൂടി കേട്ട ഒരു കഥയായിരുന്നു അച്ഛൻ്റെ ജീവിത കഥ തന്നെയത്. അപ്പോൾ അച്ഛാ, ഒരുപാട് സന്തോഷം. താങ്ക്സ് എല്ലാം.